ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന, സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ബിസിനസ് ഓണേഴ്സിനുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഹായ്, ഞാൻ ഫസൽ റഹ്മാൻ. ബിസിനസ് ഓണേഴ്സിന് അവരുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാനോ ഒരു പവർഫുൾ ബ്രാൻഡാക്കി മാറ്റാനോ ലീഡർഷിപ്പ് ട്രാൻസ്ഫോം ചെയ്യാനോ ആവശ്യമായിട്ടുള്ള കോച്ചിങ്ങാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും ഇഗ്നോർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ ഒരു മാർക്കറ്റിങ്ങിൻ്റെ പവർ തിരിച്ചറിയാത്തതുകൊണ്ടായിരിക്കാം പലരും അതിന് വേണ്ടത്ര ഒരു പരിഗണന കൊടുത്ത് കാണാറില്ല. അപ്പോൾ നമ്മുടെ കൺസൾട്ടിങ്ങിലേക്ക് വരുന്ന പല ക്ലയൻസും പറയാറുണ്ട്, നിങ്ങൾ നേരത്തെ മാർക്കറ്റിംഗ് ചെയ്തിരുന്നതാണ്, ഇതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല, ഡ്രോപ്പ് ചെയ്തു എന്നൊക്കെ. അവിടെ ശരിയായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ഒക്കെ ഇല്ലാതെ ചെയ്തതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ മാർക്കറ്റിംഗ് ഡ്രോപ്പായി പോകുന്നത്. പേരിനൊരു മാർക്കറ്റിംഗ് അല്ല, പേരെടുക്കാനായിരിക്കണം മാർക്കറ്റിംഗ്. ആ ഒരു രീതിയിലുള്ളൊരു സമീപനം മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അത്യാവശ്യമാണ്. പല ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയോറിറ്റിയിൽ മാർക്കറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക്, കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക്, പുതിയ മാർക്കറ്റിലേക്ക് ഗ്രോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി ആയിട്ട്, ഫോക്കസ് ആയിട്ട് മാർക്കറ്റിംഗ് മാറേണ്ടതുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം എന്തെങ്കിലും ചെയ്തു പോകുന്ന ഒരു റാൻഡം എഫേർട്ടല്ല, അതൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ ബിസിനസ് എത്ര ഉയരത്തിലേക്ക് കൊണ്ടുപോകണോ, നിങ്ങളുടെ റവന്യൂ ഗോൾ അച്ചീവ് ചെയ്യണോ, അതിനാവശ്യമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനുള്ള ആ ഒരു വാതിലാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു വാതിൽ നിങ്ങൾ എത്രത്തോളം വലുതാക്കുന്നോ അത്രത്തോളം കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് സ്വാഗതം ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് സ്ട്രാറ്റജിക്കലി മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ, ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും റാൻഡംലി പോസ്റ്റ് പോകുന്ന കാര്യമല്ല, നിങ്ങളുടെ റവന്യൂ ഗോൾ അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി കൂട്ടാൻ രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. അതായത് പല ബിസിനസ് ഓണേഴ്സും ഈ മാർക്കറ്റിങ്ങിനെ എക്സ്പെൻസ് ആയിട്ടാണ് കാണുന്നത്. മാർക്കറ്റിംഗ് ഒരു എക്സ്പെൻസ് അല്ല, ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒന്നിട്ട് കഴിഞ്ഞാൽ 10 തിരിച്ച് തരാനുള്ളൊരു പവർ മാർക്കറ്റിങ്ങിനുണ്ട്. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം നൽകുന്നത് പോലെയാണ്. അതായത് നിങ്ങളുടെ ബിസിനസ് ഈ വർഷവും അടുത്ത വർഷവും അതിനപ്പുറത്തേക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും വളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ഏർപ്പാട് കൂടിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ശരിയായിട്ടുള്ളൊരു മൈൻഡ് സെറ്റും ഫോക്കസും ആ മാർക്കറ്റിങ്ങിനെ ശരിയായ രൂപത്തിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പലർക്കും മാർക്കറ്റിംഗ് ചെയ്തിട്ട് റിസൾട്ട് വരുന്നില്ല. അതിന് കാരണം മാർക്കറ്റിംഗ് നടത്താനുള്ളൊരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് നിങ്ങളുടെ ആ ഒരു ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി കൊണ്ടുവരാനും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനും, അതുപോലെ തന്നെ അവരെവിടേക്കാണുള്ളത്, ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളാണ്, ഓൺലൈൻ ഓഫ്ലൈൻ ചാനലുകളാണ് അവരുള്ളത്, അവിടെ എല്ലാം തന്നെ അവരിലേക്ക് റീച്ച് ചെയ്ത് അവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്ന ആ ഒരു സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പലർക്കും റിസൾട്ട് കിട്ടാത്തത്. അപ്പോൾ മാർക്കറ്റിംഗ് സിസ്റ്റം വേണം. ഈ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വിസിബിൾ ആവുമ്പോഴാണ് അത് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു വിശ്വാസ്യത സൃഷ്ടിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വീണ്ടും വീണ്ടും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് എവിടെയാണോ ഉള്ളത് ആ പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഫെമിലിയാരിറ്റി തോന്നും. അതാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതും ആ കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് ആകർഷപ്പെടുന്നതൊക്കെ. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ് മാർക്കറ്റിങ്ങിൻ്റെ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കണം നിങ്ങളുടെ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സ്റ്റാഫ് വേണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് റെഗുലറായിട്ടുള്ള അതിന് റിവ്യൂ വേണം. ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ സാധിക്കണം. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് വർത്തായിട്ടുള്ള റിട്ടേൺ വരുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, മാർക്കറ്റിംഗ് ROI, ഇതെല്ലാം റെഗുലറായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആസ് എ ബിസിനസ് ഓണർ നിങ്ങളുടെ ഫോക്കസാണ്. അപ്പോൾ മാർക്കറ്റിങ്ങിനെ ഒരു സൈഡ് ഹസലായിട്ട് കാണാതെ, അല്ലെങ്കിൽ സെയിൽസ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അല്ലാതെ, നിങ്ങളുടെ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വെപ്പണായിട്ട് മാർക്കറ്റിങ്ങിനെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിനെ വലിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളതാണ്.